യെസ്, അപ്പോൾ മാഡം പറയുന്നത് ഈ വരുന്ന വേനൽക്കാലം, അതായത് മാർച്ച് ഏപ്രിൽ മാസമൊക്കെ കടന്നു പോവുക എന്ന് പറയുന്നത് അത് അതികഠിനം തന്നെയായിരിക്കും അല്ലേ? ആയിരിക്കും തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സൂചന. ഇടയ്ക്കും ഇങ്ങനെ ഇതുപോലെയുള്ള മഴയോ മറ്റൊക്കെ വരുമ്പോൾ ഒരു താൽക്കാലിക ശമനം ഉണ്ടാകാമെന്നില്ലെങ്കിലും അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ജനുവരി എന്ന് പറയുന്ന ഡിസംബർ ജനുവരി മാസം എന്ന് പറയുമ്പോൾ സാധാരണഗതി സൂര്യൻ അതിന്റെ ഏറ്റവും തെക്കായിട്ട് സ്ഥിതി കൊള്ളുന്ന സമയമാണ്. ജനുവരി 15-നാണ് ഉത്തരായനം തുടങ്ങുള്ളൂ. അപ്പോൾ അതുവരേക്കും നമുക്ക് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ നമ്മുടെ ഒരു തണുപ്പ് കാലമാണ്. കേരളത്തിൽ അങ്ങനെ വലിയൊരു തണുപ്പ് കാലം ഡൽഹിയിലെ പോലെയൊക്കെ ഒന്നും അനുഭവപ്പെടാൻ പറ്റില്ലെങ്കിൽ പോലും, വടക്കേന്ത്യയിലെ പോലെ അനുഭവപ്പെടുന്നില്ലെങ്കിൽ പോലും നമുക്കൊരു താരതമ്യേന എന്താ പറയുക, ചൂട് കുറഞ്ഞൊരു സമയമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടേണ്ടിയിരുന്നത്. പക്ഷെ അതിന് പകരം ആ സമയത്തും നമ്മളിങ്ങനെ അധിക താപനിലയ്ക്കുള്ള വാണിംഗുകൾ ഇഷ്യൂ ചെയ്ത് വരുന്നിട്ടുണ്ട്. അപ്പൊ അത് ഒരു സാധാരണ സാഹചര്യമെന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾക്ക് ഈ സമയത്ത് മാക്സിമം ടെമ്പറേച്ചറിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസറി ഇഷ്യൂ ചെയ്യുന്നത് സാധാരണയായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് വരുന്ന വേനലും കടുക്കുന്ന എന്ന രീതിയിൽ ഇപ്പോൾ ഒഫീഷ്യൽ ഫോക്കാസ്റ്റ്, സീസണൽ ഫോക്കാസ്റ്റ് നമ്മൾ ഫെബ്രുവരി എൻഡ് വരെയുള്ളതാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ കേരളത്തിന്റെ താപനില സാധാരണയിൽ കൂടുതലായിരിക്കും തന്നെയാണ് ബുള്ളറ്റിനുള്ളത്. പിന്നെ അതുകൂടാതെ നമ്മൾ കേരളത്തിന്റെ തന്നെ കാലാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ താപനിലയെ അനലൈസ് ചെയ്തിട്ടുണ്ട് ഉള്ളതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരളത്തിലെ താപനില കൂടുന്ന ഒരു പ്രവണതയാണ്. കേരളത്തിലെ താപനില മാത്രം എല്ലാ ജില്ലകളിലും, പ്രത്യേകിച്ചും ഈ ഉച്ചയ്ക്കത്തെ ഈ മാക്സിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂടിയ താപനില എന്ന് പറയുന്നതിന് ഗണ്യമായ രീതിയിൽ കൂടുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പ്രവണതയാണ് കണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടുകൂടി വേനൽക്കാലം കുറച്ച് കരുതലോടുകൂടി തന്നെ പോകേണ്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. മാഡം, ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്തു നോക്കിയാൽ കേരളത്തിന്റെ കാലാവസ്ഥയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യുന്നില്ല, നല്ല തണുപ്പ് വരേണ്ട സമയത്ത് തണുപ്പ് വരുന്നില്ല, ചൂടാണെങ്കിൽ അതികഠിനം, അതായത് നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ താപനില ഉയരുന്നു. അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് നമ്മളിപ്പോ എല്ലാത്തിനും ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ ഒരു 2 വാക്കുകളിൽ ഇതിന്റെ ഉത്തരം ഒതുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ അത് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ മുഴുവൻ പ്രദേശങ്ങളിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിന്റെ ഒരു പ്രഭാവം അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും ഈ താപനില കൂടുന്നതിനനുസരിച്ചിട്ട് അന്തരീക്ഷത്തിലുള്ള നീരാവിയുടെ അളവ് കൂടുകയും അതിനനുസരിച്ചിട്ടുള്ള മഴയുടെ അളവ് കൂടുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയുടെ അല്ലെങ്കിൽ സീസണുകളിൽ വരുന്നിട്ടുള്ള മാറ്റങ്ങളും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ചൂട് കൂടിയതിന്റെ ഒരു കാരണം ഈ അടുത്ത് കഴിഞ്ഞു പോയ ഒരു ലാനിന എൽനിനോ പ്രതിഭാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ തണുത്ത കൗണ്ടർ പാർട്ട് അല്ലെ കമ്പോണന്റ് ആയിട്ടുള്ള ലാനിന ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി വന്നിട്ടുമില്ല. അത് വന്നാൽ പോലും ഒരു ചെറിയൊരു സ്പെല്ലായി കടന്നു പോവുകയുള്ളൂ. അപ്പൊ ഈ കൂടിയ ചൂട് താപനില ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളതിനെ കുറയ്ക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ശീതീകരണം അല്ലെങ്കിൽ ഒരു തണുക്കൽ പ്രക്രിയ നടക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ കൂടെ ഒരു എൽനിനോയുടെ കണ്ടിന്യൂഷൻ പോലെ ഉയർന്ന താപനില നിൽക്കുന്നു. അപ്പൊ അത് ഈ 1-2 ഘടകങ്ങൾ, അപ്പൊ ലാർജർ സ്കെയിൽ ഫീച്ചേഴ്സും അല്ലാതെ റീജിയണൽ ഫീച്ചേഴ്സും ഒക്കെ എന്താ പറയുക, അന്തരീക്ഷത്തിന്റെ സാഹചര്യം ചൂട് കൂടി തന്നെ നിൽക്കാനുള്ളതായിട്ടാണ് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരേ ഒരു കാര്യം കൂടി മാഡം